ഹലോ. ഒന്നാമത്തെ കാര്യം, തലയണ യൂസ് ചെയ്യുന്ന സമയത്ത് കനം കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള തലയണ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും നമ്മുടെ ആ കഴുത്തിന്റെ നാച്ചുറൽ കർവ് ഉണ്ടല്ലോ, ആ കർവിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ വേണം തലയണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഹൈറ്റ് ഉള്ള കട്ടി കൂടിയ തലയണ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. കട്ടി കൂടിയ വളരെ ഹൈറ്റ് ഉള്ള തലയണയിൽ കിടക്കുമ്പോൾ നമ്മുടെ കഴുത്തും നമ്മുടെ തലയും തമ്മിൽ നല്ല ഡിഫറൻസ്, അകലം വരുന്നുണ്ട്. ഇത് നമ്മുടെ കഴുത്തിന് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടാവുകയും അത് നമ്മുടെ കഴുത്ത് വേദന അധികമാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം സർവൈക്കൽ പില്ലോ എന്നൊരു പില്ലോ കിട്ടാനുണ്ട്. ഈ പില്ലോ നമ്മുടെ കഴുത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പില്ലോയാണ്. പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള പില്ലോകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കിടന്നുറങ്ങുന്ന സമയത്ത് മലർന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മലർന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയും നമ്മുടെ ഷോൾഡറിനും നമ്മുടെ സ്പൈനും എല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ പറയും മലർന്ന് കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങാം, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ചെരിഞ്ഞ് കിടന്നുറങ്ങാം. ഇങ്ങനെ റൈറ്റ് ഓർ ലെഫ്റ്റ് ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് കഴുത്തിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പുതപ്പോ തലയണയോ എന്തെങ്കിലും ചുരുട്ടി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കമിഴ്ന്ന് ഒരിക്കലും കിടന്നുറങ്ങരുത്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, കിടക്കയാണ്. കിടക്ക യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയുള്ള കിടക്ക യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കട്ടിയുള്ള കിടക്ക നമ്മുടെ സ്പൈനിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. ഇത് നമ്മുടെ കഴുത്ത് വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴുത്തിന് എപ്പോഴും ഒരു ചൂട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അതായത് ഫാന്റെ തൊട്ട് താഴെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ AC-യുടെ തൊട്ട് താഴെ കിടന്നുറങ്ങുക. ഇത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കഴുത്തിന് കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തൈലങ്ങൾ കഴുത്തിൽ തേച്ചിടുന്നത് നല്ലതാണ്. അതായത് ധന്വന്തരം തൈലം, മഹാനാരായണ തൈലം തുടങ്ങിയ തൈലങ്ങൾ കഴുത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ കിടന്നുറങ്ങുന്ന ആ രാത്രി മുഴുവൻ നമ്മുടെ കഴുത്തിനൊരു ചൂട് കിട്ടുകയും നമുക്കുണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒക്കെ മാറുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോപ്പർ സമയം പാലിക്കുക. കിടന്നുറങ്ങാനും എണീക്കാനും ഒരു പ്രോപ്പർ സമയം പാലിക്കുക. ഇത് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുകയും നമ്മുടെ സ്ട്രെസ് ഒക്കെ നല്ല രീതിയിൽ ഇല്ലാതാവുകയും ചെയ്യും. അതുവഴി നമ്മുടെ കഴുത്തുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. താങ്ക്